രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ ബിജെപി വക്താവ് പ്രതി പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് കീഴടങ്ങാനെത്തിയത്. സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ചാനൽ ചർച്ചയിൽ ഇത്തരത്തിൽ പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത്. തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. അതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ CC നൽകിയ പരാതിയിലാണ് തൃശൂർ പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തത്. പ്രിന്റു മഹാദേവ് ഒളിവിലാണെന്നായിരുന്നു രാവിലെ പോലീസ് പറഞ്ഞത്. പ്രിന്റുവിനെ കണ്ടെത്താനായി പോലീസ് BJP നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. BJP നേതാവ് സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെയും സഹോദരൻ ഗോപിയുടെയും ഒക്കെ വീട്ടിൽ രാവിലെ ഈ പേരാമംഗലം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയുടെ പേരിൽ BJP വലിയ തോതിലുള്ള പ്രതിഷേധവും നടത്തിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിന്റു കീഴടങ്ങിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പ്രിന്റു മഹാദേവ് ഇത്തരത്തിൽ വലിയ മാർച്ചായിട്ടാണല്ലോ BJPക്കാർ പ്രിന്റുവിനെ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റേഷനിലേക്ക്. തീർച്ചയായിട്ടും BJP പ്രവർത്തകർക്കൊപ്പമാണ് ഇത്തരത്തിൽ പ്രിന്റു മഹാദേവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. സത്യമേവ ജയതേ എന്നൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടുകൾ പായിക്കുമെന്ന് ആവർത്തിച്ച് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രിന്റു മഹാദേവ്. ഈ പ്രിന്റു മഹാദേവിനെതിരെ നമ്മുടെ കേരളത്തിൽ സംസ്ഥാനം ഒട്ടുക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ചും അടക്കമുള്ള കാര്യങ്ങളാണ് നടത്തിയത്. അതിന്റെ തൊട്ടു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു. ഈ ഒരു ഭീഷണിക്ക് പുറമെ, ഈ ഒരു വെല്ലുവിളിക്ക് പുറമെ പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയാണ് ഉണ്ടായിരുന്നത് സംഘികൾ. ഇന്നലെയാണ് അങ്ങനെ തൃശ്ശൂർ പേരാമംഗലത്തെ BJP നേതാക്കളുടെ വീടുകളിലൊക്കെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാൾ കീഴടങ്ങുകയും ചെയ്തത്. ഇപ്പോ കീഴടങ്ങിയപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞത് ഈ ടിന്റുമോന് ഒരു BGM ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മാപ്പെഴുതി കൊടുത്ത് പാരമ്പര്യമുള്ളവര് ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയിട്ട് നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം കീഴടങ്ങാൻ വരുന്നത് ഭയപ്പെട്ട് മുട്ടിടിച്ചുകൊണ്ട് തന്റെ സഹപ്രവർത്തകരെ ഒരു ധൈര്യത്തിന് കൂടെ കൂട്ടിക്കൊണ്ടാണ് കീഴടങ്ങാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വലിയ വിഷയം വളരെ ചർച്ചയാവുകയാണ്. കാരണം സംഘപരിവാറിന്റെ ആദ്യം മുതലേ ഉള്ള ഒരു നയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ പ്രധാനപ്പെട്ടവരെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യവും ആശയവും എന്നുള്ളതാണ്. അതിന്റെ തുടക്കം ഇവർ സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് അവർ അത് അന്ന് മുതലേ നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴേ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് ഈ പറയുന്ന സംഘപരിവാറിന്റെ ചാണകങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഇപ്പോഴെന്താണെങ്കിലും വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനൊക്കെ എതിരെ ഉയർന്നിട്ടുള്ളത്. സന്ദീപ് വാര്യർ ഈ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു സംഭവം ചാനൽ ചർച്ചയിൽ വെച്ച് ഈ ഒരു തീട്ടം അല്ലെങ്കിൽ മലം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ഒരു ചാളക സംഘി ഈ വെല്ലുവിളി നടത്തിയതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ നിരന്തരമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രിന്റു മഹാദേവിനെതിരെയും BJPക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്രകാരമാണ്: സംസ്ഥാന വക്താവ് ടിന്റുമോൻ BJP ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ കിടന്ന് കരയുന്നു, പാർട്ടി രക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. 6 കോടി പാർട്ടിക്കാർക്ക് വായ്പ കൊടുത്ത പാവം തിരുമല അനിച്ചേട്ടനെ രക്ഷിച്ചില്ല, പിന്നെയല്ലേ ടിന്റുമോനെ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം നിറക്കുകയാണ് സന്ദീപ് വാര്യർ. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയതുമായി ബന്ധപ്പെട്ടും ഈ വധഭീഷണി ഉയർത്തിയ ഈ സംഘപരിവാറുകാരനെതിരെ പോലീസിന് യാതൊരു നടപടി എടുക്കാതെ പോലീസ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ട് ആ അടിയന്തര പ്രമേയം ഇതിപ്പോ അത്ര ഗൗരവമുള്ള കാര്യമല്ല, ഇതൊരു നിസ്സാര കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അടിയന്തര പ്രമേയം തള്ളിക്കളഞ്ഞ ഷംസീറിനെതിരെയും
സന്ദീപ് വാര്യർ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഷോം സീർ ബിർള കേരള നിയമസഭയിൽ BJPയുടെ സ്പീക്കർ എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചിരിക്കുന്നത്. അടുത്ത ഒരു സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരന് ശേഷം ആര് എന്നുള്ളതിന് കേരള BJP ഉത്തരം കണ്ടെത്തി ടിൻഡു മോഹൻ മഹാദേവൻ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരമായിട്ട് ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ഇങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഈ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണി, അതിന് തൊട്ടു പിന്നാലെ ആദ്യം സന്ദീപ് വാര്യർ കുറിച്ചത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന് കേരളത്തിലെ BJP മീഡിയ പാനലിസ്റ്റ് പ്രിൻഡു മഹാദേവൻ News 18 ചർച്ചയിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയ BJP നേതാവിനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് അന്ന് ഉയർത്തിയത്. അതായത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലും ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുവാനുള്ള ഒരു പ്രാരംഭഘട്ട നടപടികൾ പോലും പോലീസ് തുടങ്ങിയത് എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന നിയമസഭയിൽ പോലും ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിയതിനു ശേഷമാണ് പിണറായി ഒരു കേസ് എടുക്കാൻ പോലും പിണറായി പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെതിരെ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ആദ്യം നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു സഡൻ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സഡനായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് നടത്തുന്ന ഒരു ഭീഷണിയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഒരാൾ ആവർത്തിക്കില്ലല്ലോ. അയാൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യനെതിരെ കേസെടുക്കാൻ നമ്മുടെ നാട്ടിലെ, അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ സംഘ് പരിവാറിന്റെ അജണ്ടകൾ അവർ അത് കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ എന്താണോ സംഘ് പരിവാർ അവരുടെ അജണ്ടയായി കണക്കിലാക്കിയത് അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാജ്യമാക്കണം, ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ളതാണ്. അതിനപ്പുറത്തെ അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവനും ഇവിടുത്തെ മുസ്ലിമും ഈ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്നുള്ളതാണ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമല്ല, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന്, അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ സംഘ് പരിവാറുകാർ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരു 10-15 വർഷത്തോളമായിട്ട് ഈ സംഘ് പരിവാർ, എസ്പെഷ്യലി ഇപ്പോൾ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും അതിനു വേണ്ടി മാത്രമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, അതുപോലെ ക്രൈസ്തവർക്കെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾക്ക് ഒരുപാടധികമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരുപാടധികം കഥകളും വാർത്തകളും നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിശകലനം ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ രാജ്യത്ത് സംഘ് പരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് ഇതൊരു മതേതരത്വ രാജ്യമല്ല, ഇത് ഹിന്ദു രാജ്യമാണ് എന്നുള്ളതാണ് അവരുടെ അജണ്ടയും ആശയവും അവരുടെ പ്രത്യയ ശാസ്ത്രവും. അപ്പോൾ അങ്ങനെ അവരുടെ ആശയം നിലനിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ഈ രാജ്യം ഹിന്ദുവിൻ്റെതല്ല, ഈ രാജ്യം ഇന്ത്യക്കാരൻ്റെതാണ്. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്, സിഖുകാരനുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നവരെ ഒക്കെ അവരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കണമെന്ന് ആഗ്രഹിക്കുക സ്വാഭാവികം മാത്രമാണ്. അതല്ലെങ്കിലും ഇവരുടെയൊക്കെ പാരമ്പര്യവും അതാണല്ലോ. ഒരു ഭീരുവായ സവർക്കർ ഉണ്ട്. ഞാൻ അങ്ങനെ വ്യക്തമായി പറയുന്നതിന് അയാളെ തന്നെ വിശേഷിപ്പിച്ചത് വീർ സവർക്കർ എന്നാണ്. പക്ഷെ അയാൾ വീറല്ല, അയാൾ ഭീരുവാണ്. ഭീരുവായ സവർക്കർ ആൻഡമാനിലെ ജയിലിൽ കിടന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമല്ല വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ തടി കൈച്ചിലാക്കണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, എൻ്റെ കൂടെയുള്ള 10,000-ങ്ങളോളം വരുന്ന യുവാക്കളെയും നിങ്ങളുടെ കൂടെ നിർത്തി തരാം, എന്നിട്ട് അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തു തരും, അവർ നിങ്ങൾക്ക് വേണ്ടി ഒറ്റുകാരാവും എന്ന് പറഞ്ഞാൽ അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചവരാണ് ഈ പറയുന്ന ഭീരുവായ സവർക്കർ. ആ സവർക്കറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളോടും കൂടിയാണ് ഗോഡ്സെ
മഹാത്മാഗാന്ധിയെ കൊല്ലുവാൻ വേണ്ടി, വധിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതും മഹാത്മാവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുന്നതും ആ ഗോഡ്സെയാണ്. ഈ ഗോഡ്സെക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകുന്നത് ഈ പറയുന്ന വീർ സവർക്കറാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി നിലനിൽക്കുമ്പോൾ ഇവനൊക്കെ ഇങ്ങനെ ആളെയും കൂട്ടി, സഹപ്രവർത്തകർ എന്ന് പറയുന്ന ചാണകങ്ങളെയും കൂട്ടി ഇത്തരത്തിൽ കീഴടങ്ങാൻ വരുന്നതിൽ എന്താണ് നമ്മൾക്ക് ഇത്ര അന്താളിപ്പ്? ഇവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മാപ്പെഴുതി കൊടുത്തവന്റെ പാരമ്പര്യമാണല്ലോ. ഇവന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കാല് നക്കി കൊടുത്തവന്റെയും ഷൂ നക്കി കൊടുത്തവന്റെയും പാരമ്പര്യമാണല്ലോ. അപ്പൊ ഇവരൊക്കെ ഇതല്ലേ ചെയ്യൂ, ഇതിനപ്പുറത്തേക്ക് എന്താണ് ഇവൻ ചെയ്യുക? അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സംഘ് പരിവാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്തെ സംഘ് പരിവാറുകാരാണ്.